നൂർ ഹുദ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനമാണ്. ദാറുൽ ഹുദ 1986 സ്ഥാപിതമായ വലിയ ലക്ഷ്യങ്ങളോടുകൂടെ 1983 പ്രവർത്തനം ആരംഭിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് 1986 SMF സുന്നി മഹല്ല് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദാറുൽ ഹുദ നിലവിൽ വന്നത്. ഇന്നും പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ദാറുൽ ഹുദ സമസ്തയുടെ കീഴ്ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷൻ, ആ സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ദാറുൽ ഹുദ എന്ന് പറയുന്നത്. ദാറുൽ ഹുദ സമസ്തക്ക് നൽകിയത് അള്ളാഹു ഉമ്മത്തിന് നൽകിയ വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു സമസ്തക്ക് നൽകിയ വലിയൊരു സൗഭാഗ്യമാണ് ദാറുൽ ഹുദ എന്ന് പറയുന്നത്. കാരണം സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ദീനി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പേരിന് വേണ്ടി നൽകുന്നതല്ല. വളരെ കൃത്യമായി പാരമ്പര്യ കിതാബുകളൊക്കെ വളരെ സവിസ്തരം പഠിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് ദാറുൽ ഹുദയുടെ സിലബസ് ഉള്ളത്. മാടന്നൂരിനെ സംബന്ധിച്ച് ഈ അടുത്ത് കേരളത്തിൽ നടന്ന വളരെ പ്രഗത്ഭമായ ഫിഖ് സംബന്ധമായ മത്സരങ്ങൾ, അതിൽ ഫറായിദിന്റെ മത്സരങ്ങൾ ഉണ്ടായി. ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർക്ക് അറിയാം, അനന്തരാവകാശ സ്വത്ത് വീതം വെക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നതാണ് ഫറായിദ് എന്ന് പറയുന്നത്. വളരെ കടുപ്പപ്പെട്ട മസലകളാണുള്ളത്. ആ ഫറായിദ് അടക്കമുള്ള വിവിധ മത്സരങ്ങളിൽ അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ മത്സരിച്ചെടുത്തെല്ലാം 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ വലിയ വലിയ കിതാബ് കൈകാര്യം ചെയ്യുന്ന ആളുകളുമായിട്ട് മത്സരിച്ച് നമ്മുടെ കുട്ടികൾ സമ്മാനം നേടി വരുന്ന വാർത്തകള് നിങ്ങൾ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത്, കൃത്യമായിട്ട് കിതാബ് അത് പാരമ്പര്യ ദർസുകളിൽ ഏതൊരു രീതിയാണോ, മഖ്ദൂമി ശൈലിയാണ് നമ്മൾ പിന്തുടരുന്നത്, ആ ശൈലി അതേപോലെ പിന്തുടർന്നു. അതിന്റെ കൂടെയോ SSLC-യും PUC-യും ഡിഗ്രിയും നൽകിക്കൊണ്ട് പുതിയ കാലത്തിന് അനുയോജ്യരായ ആലിമീങ്ങളെ വാർത്തെടുക്കുക എന്നതാണ് ദാറുൽ ഹുദ നിർവഹിക്കുന്ന വലിയ ലക്ഷ്യം, വലിയ ദൗത്യം. അതാണ്. എന്താണ് ദാറുൽ ഹുദ സമുദായത്തിന് നൽകിയ സംഭാവന? ഇവിടെ പല ആളുകളും ചോദിക്കുന്നത് അതാണ്. വളരെ വ്യാപകമായിട്ട് ഈ സംവിധാനത്തെ കരിവാരിത്തേക്കാനുള്ള ചില ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട്. ദൗർഭാഗ്യകരമാണ്. തെറ്റിദ്ധാരണാജനകമായ ആക്ഷേപങ്ങൾ തുറന്നു വിട്ടുകൊണ്ട് സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒന്നുകിൽ വസ്തുത മനസ്സിലാക്കാൻ അവർ തയ്യാറാവണം. അവർക്ക് അന്വേഷിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾക്കോ അന്വേഷണങ്ങൾക്കോ നമ്മൾ കൂടി സന്നദ്ധരാണ്. എന്നാലും ഈ ഒരു ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തി സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമല്ല, സത്യത്തിൽ ദാറുൽ ഹുദ ഒരു പ്രസ്ഥാനമാണ്. ഞാൻ ചില കണക്കുകൾ മാത്രം പറയാം. ദാറുൽ ഹുദയിൽ നിന്ന് 3000-ലേറെ ഹുദവികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. 3000-ലേറെ. ഈ 3000-ലേറെ ഹുദവികളിൽ ഒരാള് പോലും ശംസുൽ ഉലമയുടെ കണ്ണിയത്ത് ഉസ്താദിന്റെ സമസ്തയുടെ ഹക്കായ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പാന്താവ് വിട്ടിട്ട് മറ്റൊരു വഴിയിലേക്ക്, കൃത്യമായിട്ട് പറഞ്ഞാൽ വിഘടിത വാദങ്ങളിലേക്ക് പോയ ഒരു ഹുദവിയെ നിങ്ങൾക്ക് കാണാനാവില്ല. 3000-ലേറെ ഹുദവികളിൽ വിഘടിത കൂടാരത്തിന് ഒരു ഹുദവിയുണ്ട് എന്ന് ഇന്നുവരെ ഒരു ആരോപണം വന്നിട്ടില്ല. ഇങ്ങനെ പറയാൻ ഏത് സ്ഥാപനത്തിനാ സാധ്യമാവുക? മാത്രമല്ല, വഹാബിസത്തിലേക്ക് പോയ ഒരു ഹുദവിയുണ്ട് എന്ന് ഈ 3000-ലേറെ വരുന്ന ഹുദവികളിൽ ഒരാളെ പറ്റിയിട്ട് ആരോപണം പറയാൻ ഇല്ല, സാധ്യമേ അല്ല. ജമാഅത്തെ ഇസ്ലാമിയിലേക്ക്, തബ്ലീഗിലേക്ക് ഏത് സ്ഥാപനത്തിനാണ് 40 വർഷത്തിനിടയിൽ ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടി പോലും വിഘടിത വിഭാഗത്തിൽ ഇല്ല, സലഫിസത്തിൽ ഇല്ല, ജമാഅത്തെ ഇസ്ലാമിയിൽ ഇല്ല, തബ്ലീഗിന്റെ കൂടെ ഇല്ല, ഒരു പിഴച്ച പ്രസ്ഥാനത്തിന്റെ കൂടെ പോയിട്ടില്ല എന്ന് പറയാനാവുക? ആകെ പറയാനുണ്ടാവുക ഒരാള് ദീനിന്റെ മാർഗത്തുനിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. ഹിദായത്ത് നമ്മളെ കയ്യിലല്ല, അത് പടച്ചോന്റെ കയ്യിലാണ്. പരിശുദ്ധ ഖുർആനാണ്. നബിയെ, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ അങ്ങേക്ക് സാധ്യമല്ല എന്ന്. രിദ്ദത്തിന്റെ വഴിയിലേക്ക് ഒരാൾ പോയാൽ നമുക്കൊന്നും ചെയ്യാനാവില്ല. അല്ലാഹു ഹിദായത്ത് തിരിച്ചു കൊടുക്കുമാറാകട്ടെ. ആകെ ദുആ ചെയ്യാൻ വേണ്ടി പറ്റുക അത് മാത്രമാണ്. ഇങ്ങനെ സമുദായത്തിന്റെ മുമ്പിൽ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുകയാണെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ കണക്കെടുത്തിട്ട് പരിശോധിക്കുമ്പോ ദാറുൽ ഹുദ പോലെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു സ്ഥാപനം വേറെ എവിടെയാണ് നിങ്ങൾക്ക് കാണാനാവുക? ഇനി നിങ്ങൾ നോക്കൂ, പഠിച്ചിറങ്ങിയ ആളുകൾ എന്താ ചെയ്യുന്നത്? വിദേശ രാജ്യങ്ങളില് ദാറുൽ ഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്,
ഹുദവി സാന്നിധ്യമുണ്ട്. ഇപ്പൊ ദുബായ് സുന്നി സെന്റർ, ദുബായിലെ സമസ്തയുടെ മദ്രസക്ക് നേതൃത്വം കൊടുക്കുന്നത്, ദുബായിലെ സമസ്തയുടെ ചലനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ദുബായ് സുന്നി സെന്ററാണ്. ദുബായ് സുന്നി സെന്ററിന്റെ ദീർഘകാലമായിട്ട് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട ഷൗക്കത്ത് ഹുദവിയാണ്. മാത്രമല്ല ദുബായിലെ SKSSF-ന്റെ, അബുദാബിയിലെ SKSSF-ന്റെ, ഷാർജയിലെ SKSSF-ന്റെ നേതൃതലത്തിൽ, അജ്മാനിലെ സംഘടനാ നേതൃതലത്തിൽ എത്ര കാലമായി ഹുദവികളുടെ സാന്നിധ്യമുണ്ട്. മാത്രമല്ല വളരെ കൃത്യമായിട്ട് അവിടെ ദീനി വിദ്യാഭ്യാസം വേണ്ടത്ര കിട്ടാതെ വിദേശത്തേക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് അവിടെ വെച്ചിട്ട് ദീന് പഠിക്കാൻ വേണ്ടി സിബിസ് എന്ന പേരിൽ സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് ഇസ്ലാമിക് സ്റ്റഡീസ് അങ്ങനെ ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ട് ഇപ്പൊ നാട്ടിൽ നിന്ന് അക്കൗണ്ടിങ് പഠിച്ച് അല്ലെങ്കിൽ മറ്റു ഡിഗ്രി പഠിച്ചിട്ട് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് അവിടെ ദീന് പഠിക്കാനുള്ള ഒരു സംവിധാനം ആരായിട്ടിന് നേതൃത്വം നൽകുന്നത് ഹുദവികളാണ്. ഖത്തറിലേക്ക് പോയി നോക്കും, അവിടുത്തെ SKSF-ന്റെ നേതാക്കളാരാ, അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പോരാളികളാരാ, അവിടുത്തെ മദ്രസയുടെ പിന്നിലാരാ. ഇനി മറ്റു രാജ്യങ്ങള്, ഒമാനിലെ ഓരോ രാജ്യങ്ങള്, ഞാൻ കണക്ക് പറയില്ല, ഇന്ത്യ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു വരുമ്പോ ഇക്കഴിഞ്ഞ സമസ്തയുടെ പൊതുപരീക്ഷയുടെ ഫലം എടുത്തിട്ട് നോക്കിയ ഏതെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മദ്രസ റിസൾട്ട് നോക്കുമ്പോ കാണാം അതില് ഒരു കാറ്റഗറി ഉണ്ട്, ആദ്യ മദ്രസകള്. എന്താ ഈ ആദ്യ മദ്രസ? ഏതാ ഈ ആദ്യ മദ്രസ? കേരളത്തിന് പുറത്ത് നമ്മൾ ഈ കർണാടകയുടെ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ സൗന്ദര്യം എത്തിയ നാടുകൾക്കപ്പുറത്ത് ആയിരക്കണക്കിന് മദ്രസകളായി. ബീഹാറിലെ മദ്രസ, ആന്ധ്രയിൽ മദ്രസ, കർണാടകയിൽ, ഉത്തര കർണാടകയിൽ മദ്രസ, ബംഗാളിൽ മദ്രസകള്. ഈ മദ്രസകൾ ആരാ നേതൃത്വം കൊടുക്കുന്നത്? ദാറുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹുദവികളുടെ കൂട്ടായ്മയായ ഹാദിയ നേരിട്ട് നടത്തുന്ന മദ്രസയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് 3000 കിലോമീറ്റർ അപ്പുറം ആസാമില്, ഞാൻ ബംഗാളിൽ പോയപ്പോ കണ്ടിട്ടുണ്ട്, അതിരാവിലെ കൊടും തണുപ്പില് കമ്പിളി പുതപ്പ് ശരീരത്തിലേക്ക് പുതച്ച് സ്കൂട്ടി എടുത്തിട്ട് 100 കിലോമീറ്റർ അപ്പുറത്ത് അവര് തുടങ്ങി വെച്ച മദ്രസ രാവിലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇൻസ്പെക്ടർമാരായ ഹുദവികള് മലപ്പുറത്തെ, കോഴിക്കോട്ടെ ചെറുപ്പക്കാരെ കൊണ്ടുപോയിട്ട് ആസാമില്, ബംഗാളില് അതിരാവിലെ എണീറ്റ് അവിടെ സമസ്തന്റെ മദ്രസ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കൊടും തണുപ്പിലും കൊടും വെയിലിലും ഓടി നടക്കുന്ന ചെറുപ്പക്കാരായ ഹുദവികൾ അവിടെ കർമ്മനിരതരാണ്. അവരെ നോക്കിയിട്ടാണ് ഇവിടെ ചിലർ പറയുന്നത് ദാറുദ സമസ്തക്കെതിരാണ്, ദാറുദ സുന്നത്ത് ജമാഅത്തിനെതിരാണ്. ആരുടെ മുഖത്ത് നോക്കിയിട്ടാ? 3000 കിലോമീറ്റർ അപ്പുറം അള്ളാന്റെ ദീനിനെ പറ്റി ഒരു ചുക്കും അറിയാത്ത, ഈ കൂട്ടത്തിൽ അള്ളാന്റെ റസൂലിനെ പറ്റി കേട്ടവർ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ എണീക്കാൻ ഒരാളും ഉണ്ടായിട്ടില്ല എന്ന് ആദരണീയനായ ഉസ്താദ് ബഹാവുദ്ദീൻ നദവി ഉസ്താദ് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഒരു സദസ്സിൽ ചെന്നിട്ട് റസൂലുള്ളാഹിനെ പറ്റി ചോദിക്കുമ്പോ മുഹമ്മദ് റസൂലുള്ളാ ആരാന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോ അറിയുന്ന ആളില്ല. അങ്ങനെയുള്ള നാട്ടിൽ പോയിട്ട് അള്ളാന്റെ ദീന് പഠിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. അവരെ നോക്കിയിട്ട് ഇവിടുത്തെ ഫേസ്ബുക്കില് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ സൗകര്യങ്ങളിൽ ഇരുന്നിട്ട് ചില ആളുകൾ പറയാ, നിങ്ങൾ ഈ സുന്നത്ത് ജമാഅത്തില്ല, നിങ്ങള് സമസ്തക്കെതിരാണ്. ഈ പറയുന്ന ആളുകള് സമസ്തക്ക് വേണ്ടി എന്താ ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥാപനം ഇത്ര കൃത്യമായിട്ട് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകാൻ തയ്യാറാകുന്ന നിങ്ങൾ ഞങ്ങളെ പരിശോധിച്ചോളൂ, ഞങ്ങളുടെ ഭാഗത്ത് കുറ്റങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ബോധ്യപ്പെടുത്തിക്കോളൂ, തിരുത്താൻ തയ്യാറാണ് എന്ന് പറയുന്ന മറ്റേത് സ്ഥാപനമാണുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ നോക്കണം, മഹാനായ ശംസുൽ ഉലമ വഫാത്ത് ആകുന്നതിന് മുമ്പ് സമസ്തയുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോ തന്റെ കസേര ചൂണ്ടിയിട്ട് വേദിയുടെ ഒരറ്റത്താണ് കുറിയ മനുഷ്യനായ സൈനുൽ ഉലമ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് ഇരിക്കുന്നത്. ആ ചെറുശ്ശേരി ഉസ്താദിനോട് ശംസുൽ ഉലമയാണ് പറയുന്നത്, എന്റെ കസേരയില് സൈനുദ്ദീൻ മുസ്ലിയാർ ഇരുന്നോളും. വലിയ തലയെടുപ്പുള്ള ആനിമയങ്ങൾ ഉണ്ടാക്കുമ്പോ തന്റെ കസേരയില് സൈനുദ്ദീൻ മുസ്ലിയാർ കൊണ്ടുവന്നിരുത്തി. ആ സമ്മേളനം കഴിഞ്ഞു, ശംസുൽ ഉലമ വഫാത്തായി. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അടുത്ത മുഷാവറ, ആ മുഷാവറയിൽ KV കൂറ്റനാട് ഉസ്താദുണ്ട്, മഹാനായ KT മാനു മുസ്ലിയാരുണ്ട്. ഈ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ചേർന്നിട്ട് അവരെക്കാളും പ്രായത്തിൽ ചെറുപ്പമായ മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ചെറുശ്ശേരി ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളാണ് സമസ്തയുടെ സെക്രട്ടറി ആവേണ്ടത്. സവറൊന്നും ഞാനതിന് അർഹനല്ല, ഞാനതിന് യോഗ്യനല്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ട് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് KV ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു, എന്നെ ഒഴിവാക്കി തരണം, ഞാൻ അതിന് അർഹനായ ആളല്ല. KV ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ പ്രായമായിട്ടുണ്ട്. ശംസുൽ ഉലമ സൂചന തന്നത് നിങ്ങളെ സെക്രട്ടറി ആക്കണം എന്നതാണ്. ആ മഹാനായ ശംസുൽ ഉലമയുടെ പിൻഗാമിയായി സൈനുൽ ഉലമ സെക്രട്ടറി ആയ വിവരം ദാറുദക്ക് അന്നത്തെ കാലത്ത് ഫോൺ കോൾ വന്നു. ദാറുദ കാത്തു
കുട്ടികളും ഉസ്താദുമാരും വലിയ സന്തോഷത്തിൽ കാത്തു നിൽക്കുമ്പോ ഒരു ബസ് ഇറങ്ങിയിട്ട് സൗമ്യനായിട്ട് തല താത്തിയിട്ട് സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് വരികയാണ്. കോഴിക്കോട്ടെ മുഷാവറ യോഗം കഴിഞ്ഞ് ബസ് ഇറങ്ങിയിട്ടാണ് വരുന്നത്. സമസ്തന്റെ ജനറൽ സെക്രട്ടറി തല താത്തിയിട്ട് ആരോടും മിണ്ടാതെ നേരെ പോകുന്നത് തന്റെ റൂമിലേക്കാണ്. പിറ്റേ ദിവസം എണീറ്റ് പോകുന്നത് ഏവി ഉസ്താദിന്റെ അടുക്കലേക്കാണ്. എന്നെ ഒഴിവാക്കി തരുമോ? ആ സൈനുൽ ഉലമ വഫാത്ത് വരെ നേതൃത്വം കൊടുത്തത് ദാറുദത്താണ് എന്ന് മാത്രമല്ല, വഫാത്താകാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അന്നത്തെ ദിവസവും സബക്ക് മുടക്കിയിട്ടില്ല, അന്നത്തെ ക്ലാസ് മുടക്കിയിട്ടില്ല. വഫാത്താകാൻ പ്രിയപ്പെട്ട മക്കളോട് വസിയത്ത് പറഞ്ഞു വെച്ചു, മക്കളെ നിങ്ങൾ തിരക്കായിരിക്കും, കൊണ്ടോട്ടിയിലെ കാവ്യാരകത്ത് പള്ളി എന്ന് പറഞ്ഞാൽ പെരുമയുള്ള പള്ളിയാണ്. ആ പള്ളിക്ക് ചുറ്റും കിടക്കുന്നതാരാ? ചെറുശ്ശേരി ഉസ്താദിന്റെ കുടുംബമാണ്. വാപ്പ വല്യപ്പമാർ മുഴുവനും കാദിമാരാണ്, വലിയ ആലിമീങ്ങളാണ്, വലിയ പണ്ഡിതന്മാർ. ആ ഖബർസ്ഥാനിൽ കിടക്കുന്നതിന് പകരം ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ഞാൻ ദാറുദന്റെ മുറ്റത്ത് കിടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ കുട്ടി യാജിയുടെ ഖബറിന്റെ തൊട്ടടുത്ത് എനിക്കൊരു ഖബർ ഉണ്ടാക്കണം. മക്കളോട് വസിയത്ത് പറഞ്ഞു. ഇന്ന് സമസ്തന്റെ ശംസുൽ ഉലമക്ക് ശേഷം 20 വർഷത്തെ ജനറൽ സെക്രട്ടറി കിടക്കുന്നത് ദാറുദയുടെ മുറ്റത്താണ്. ആ കുട്ടി ഹാജിയുടെ ഖബറിന്റെ അടുത്ത് ബംഗാളിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും വന്ന ചെറിയ കുഞ്ഞുമക്കള് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കൈ ഉയർത്തി ഫാത്തിഹ ഓതി പടച്ചവനോട് ദുആ ചെയ്യുന്നു. ഈ ഖബറാളികൾക്ക് പുറകെ ഏത് ഖബറാളിയാ? ഒന്ന് ദാറുദയുടെ ശില്പിയായ ഡോക്ടർ യൂബാക്കുട്ടി ഹാജി, മറ്റൊന്ന് ശംസുൽ ഉലമയുടെ പിൻഗാമിയായി ഈ ഉമ്മത്തിന് പടച്ചവൻ നൽകിയ വരദാനം പോലെ കടന്നു വന്ന മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അവര് കിടക്കുന്നത് ദാറുദയുടെ മുറ്റത്താണ്. ഇങ്ങനെ ഞാൻ എണ്ണി പറഞ്ഞ കുറെ പറയണം. സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാവുകയാണെങ്കിൽ സമസ്തക്ക് സുന്നത്ത് ജമാഅത്തിന് ഇത്ര വലിയ സംഭാവന നൽകിയ ഏത് സ്ഥാപനമാണ് ഉണ്ടാവുക? ഏത് സ്ഥാപനം? നിങ്ങൾ നോക്കൂ, കർണാടകയിൽ ഇപ്പൊ മാടന്നൂര് നൂർഹുദ തുടങ്ങിയത് 2015-ലാണ്. 370ഓളം കുട്ടികളുണ്ട്. ഈ മക്കള് നൂർഹുദ ഇല്ലായിരുന്നുവെങ്കിൽ അവർ ദീനിന്റെ മേഖലയിലേക്ക് മുതഅല്ലിമായിട്ട് പോകാനുള്ള സാധ്യത കുറവായിരുന്നു. മദ്രസ പഠിക്കൂല എന്നല്ല ഞാൻ പറയുന്നത്. അവരിലെ രക്ഷിതാക്കളോട് ചോദിച്ചാൽ മതി, അവരെന്തുകൊണ്ട് ദീനിന്റെ മേഖലയിലേക്ക് വന്നു? ഉദവി സംവിധാനമായതുകൊണ്ടാണ്. ദാറുന്നൂറിലെ കാശിപട്ടണയിലെ ദാറുന്നൂർ എന്ന മഹത്തായ സ്ഥാപനം, അതുപോലെ ഹാങ്കലിലുള്ള ദാറുദയുടെ ഓഫ് ക്യാമ്പസ്, ആ ബംഗാളിൽ ദാറുദയുടെ സ്ഥാപനം, ആസാമിലെ സ്ഥാപനം, മഹാരാഷ്ട്രയിലെ 2 സ്ഥാപനമുണ്ട്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ നിന്നൊരു സ്ഥാപനം 40 വർഷമാകുമ്പോ ഇന്ത്യയുടെ ഏകദേശ സംസ്ഥാനങ്ങളിൽ ഇനി വരാനിരിക്കുകയാണ്. എവിടെ? യുപിയിൽ. ഇനി വരാനിരിക്കുകയാണ്. എവിടെ? കശ്മീരിൽ. ഇനി വരാനിരിക്കുകയാണ് ജാർഖണ്ഡിൽ. അവിടുന്നൊക്കെ ആളുകള് ലാൻഡിന്റെ ഡോക്യുമെന്റ് കൊണ്ടുവന്ന് ദാറുദയുടെ നേതാക്കളെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഞങ്ങൾക്കൊരു സ്ഥാപനം കൂടി വേണം, ഞങ്ങൾക്കൊരു സ്ഥാപനം വേണം. എന്തേ? സമുദായത്തിന് വിശ്വാസമാണ്, സമുദായത്തിന് പ്രതീക്ഷയാണ്. ഈ സംവിധാനം ഇവിടെ നിലനിൽക്കണമെന്നത് ഉമ്മത്തിന്റെ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, 10,000-ത്തിലധികം വരുന്ന വിദ്യാർത്ഥികള് ദാറുദ സംവിധാനത്തിലുണ്ട്. ഈ കുറവും കുറ്റവും പറഞ്ഞ് ഫിത്ന ഉണ്ടാക്കുന്ന ആളുകള്, ഈ 10,000-ത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 10,000 കുടുംബമാണ്. ഈ 10,000 കുടുംബത്തെ സമസ്തയുടെ തണൽ നിന്ന് മാറ്റി നിർത്താം എന്നാണോ അവർ കരുതുന്നത്? അതല്ല, ഞങ്ങൾ പറയുന്ന ആളുകൾ മാത്രം സമസ്തക്കാരായിട്ട് നിന്നാ മതി എന്നതാണോ ഇവരുടെ വാദം? കൗതുകകരമാണ്. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദാറുൽ ഹാദിയ നടത്തുന്ന മദ്രസകളിൽ 1000-ത്തോളം വരുന്ന മദ്രസ നിലവിൽ എന്ത് ചെയ്തു? വിദ്യാഭ്യാസ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ട് സമസ്തയുടെ ഔദ്യോഗിക അംഗീകാരമുള്ള മദ്രസയാക്കി മാറ്റി. ഇപ്പൊ നിലവിലോ 2500-ഓളം മദ്രസ ഉണ്ട്. എന്താ ബാക്കി മദ്രസ രജിസ്റ്റർ ചെയ്യാത്തത്? മറ്റൊന്നുമല്ല, കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന, ഇനി പൂട്ടിപ്പോകൂല എന്ന് ഉറപ്പുള്ള മദ്രസയെ മാത്രമാണ് വിദ്യാഭ്യാസ ബോർഡിൽ രജിസ്റ്റർ ചെയ്തത്. അതെന്താ കാരണം? വിദ്യാഭ്യാസ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് പിറ്റേ ദിവസം ആ മദ്രസ പൂട്ടിപ്പോയാൽ സമസ്തന്റെ മദ്രസ പൂട്ടി എന്നാണ് ആളുകൾ പറയാ. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. ഇത്ര കൃത്യതയോടുകൂടെ സുന്നത്ത് ജമാഅത്തിന്റെ വ്യാപനത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു സ്ഥാപനം. നിങ്ങൾ നോക്കൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മമ്പുറത്തങ്ങളെ ആണ്ട് നടക്കുന്ന സമയമാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ മമ്പുറത്തങ്ങള്? ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്തു നോക്കുമ്പോ മമ്പുറത്തങ്ങൾ വേറിട്ട അധ്യായമാണ്. കേരളത്തിന്റെ മതസൗഹാർദ്ദ ചരിത്രം എടുത്തു നോക്കുമ്പോ മഹാനായ മമ്പുറത്തങ്ങള് ഇതിഹാസമാണ്. സാമുദായിക സൗഹാർദ്ദത്തിന് ഏറ്റവും വലിയ സേവനം ചെയ്ത വലിയ മഹാനല്ലേ? യമനിലെ ഹദറമൗത്തിലെ തരീമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വന്നതാണ് ജിബ്രി കുടുംബം. കോഴിക്കോട്ടെ ജിബ്രി ഹൗസ്, നിങ്ങൾ ചരിത്രം പഠിക്കണം. മഹാനായ സയ്യിദ് ജിബ്രി തങ്ങള്, ആ ജിബ്രി തങ്ങളുടെ മരുമകനാണ്.
ജിബ്രി തങ്ങളുടെ പെങ്ങളെ മകന് മഹാനായ മൗലദ്ദബീല തങ്ങൾ അവരാണ് മമ്പുറത്ത് കിടക്കുന്നുള്ളത്. ഒരു പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സിയാറത്തിന് വരുന്നുണ്ടാവുക മമ്പുറത്തായിരിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമാണ്. അവരുടെ മകനുണ്ടായിരുന്ന ഫضل തങ്ങള് ബാല്യകാലത്ത് ബ്രിട്ടീഷുകാര് നിർബന്ധപൂർവ്വം ഇവിടുന്ന് ഹജ്ജിന് വേണ്ടി പറഞ്ഞയക്കുകയും തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ സമ്മതിച്ചില്ല. പിന്നീട് മഹാനവറുകള് തുർക്കിയിലാണ് പോകുന്നത്. തുർക്കിയിൽ പോയി അവിടെ അന്നത്തെ ഖലീഫയുടെ ഗവർണറായിട്ട് മന്ത്രിയായിട്ട് സേവനം ചെയ്ത വലിയ ലോക പണ്ഡിതനാണ് സയ്യിദ് ഫضل തങ്ങള്. അവരെഴുതിയ ഗ്രന്ഥങ്ങള് ഞാനങ്ങനെ പറഞ്ഞാൽ ചരിത്രം ഒരുപാട് കൊണ്ടുപോകും. മഹാനായ മമ്പുറം തങ്ങളുടെ മക്കാം എവിടെയുള്ളത്? ദാറുദന്റെ തൊട്ടടുത്താണുള്ളത്. ദാറുദയില് എല്ലാ വർഷവും റജബ് മാസം 27 മേറാജിന്റെ രാത്രിയിൽ ഒരു ദുആ സമ്മേളനം നടക്കാറുണ്ട്. ഒരു ദുആ സമ്മേളനം എല്ലാ വർഷവും ഉണ്ടാവും. മേറാജ് രാവിലെ ഒരു ദുആ സമ്മേളനം, ഒരു പ്രത്യേക മജ്ലിസാണ്, ഒരു വല്ലാത്ത സദസ്സ്. ആ ദുആ സമ്മേളനത്തിന് ഒരു ഘട്ടത്തിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി വന്നത് മഹാനായ ശംസുൽ ഉലമയാണ്. മഹാനായ ശംസുൽ ഉലമ വന്യരായ ഉസ്താദ് വന്നപ്പോ ആ കുട്ടി ഹാജി വേദനയോടെ പറഞ്ഞു, ദാറുദ് സാമ്പത്തിക പ്രയാസത്തിലാണ്, മുന്നോട്ട് പോകാൻ വലിയ ചെലവുണ്ട്, പ്രയാസാണ്, എന്താണ് ചെയ്യേണ്ടത്? കാലം കണ്ട മഹാപ്രതിഭാശാലിയായ അള്ളാന്റെ ഔലിയാക്കളിൽ പ്രഗത്ഭരായ 4 പതിറ്റാണ്ട് കാലം അല്ലലില്ലാതെ സമുദായ നൗകയെ ഏത് വലിയ കാറ്റിലും കോണിലും ഉലയാതെ മുന്നോട്ട് കൊണ്ടുപോയ ശംസുൽ ഉലമ എന്ന ദീർഘവീക്ഷണമുള്ള ആ മഹാനായകൻ ശംസുൽ ഉലമ എന്ന് പറഞ്ഞു, ദാറുദ് ഖുതുബുസ്സമാന്റെ ചാരത്താണ്. ദാറുദ് ഖുതുബുസ്സമാന്റെ ചാരത്താണ്. ദാറുദയെ ഖുതുബുസ്സമാൻ നോക്കിക്കൊള്ളുമെന്ന് ആരാ പറയുന്നത്? ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമ അത് പറഞ്ഞു. ദുആ സമ്മേളനം കഴിഞ്ഞു. 1 വർഷമാകാനാവുമ്പോ മഹാനായ മമ്പുറം തങ്ങളുടെ പിൻതലമുറ, ആ കുടുംബം, അവര് ദാറുദയിലേക്ക് വന്നിട്ട് പറയാണ്, മമ്പുറം മഖാമ് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾ ഏറ്റെടുക്കണം, ഇനി മുതൽ നിങ്ങളാണ് അതിന്റെ കൈകാര്യം നടത്തേണ്ടത്. ദാറുദയെ ഖുതുബുസ്സമാൻ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞതാരാ? ശംസുൽ ഉലമയാണ്. അത് പാഴായി പോകുന്ന വർത്തമാനമല്ല, പുലരാനുള്ള പ്രവചനമാണ്. ഇന്നും മമ്പുറം മഖാമിന്റെ കൃത്യമായ നടത്തിപ്പ് നിർവഹിക്കുന്നത് ദാറുദ നേരിട്ട് നടത്തുകയാണ്. ദാറുദ മമ്പുറം മഖാമിനെയും മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മൗലദ്ദബീല തങ്ങള് ദാറുദ പ്രസ്ഥാനത്തെയും അഭിമാനകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, 40 വർഷം കൊണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ക്യാമ്പസുകൾ ഉണ്ടാക്കിക്കൊണ്ട് 10,000-ലേറെ വരുന്ന വിദ്യാർത്ഥികളെ 12 വർഷം ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ ഒരു സംവിധാനത്തിന് സാധ്യമാകുമാറ് ദാറുദ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഖുതുബുസ്സമാന്റെ കറാമത്താണ്. ആ ഖുതുബുസ്സമാന്റെ കരങ്ങളിലേക്ക് ദാറുദ എത്തുമെന്ന ആരാ പറഞ്ഞത്? ശംസുൽ ഉലമയാണ്. തന്റെ പേരക്കുട്ടിയെ അഡ്മിഷന് വേണ്ടിയിട്ട് മഹാനായ ശംസുൽ ഉലമ നേരിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് ദാറുദയുടെ മുറ്റത്തേക്ക്. കമ്മിറ്റിക്കാരൻ ചോദിച്ചു, ഉസ്താദ് വരേണ്ടിയില്ലായിരുന്നുവല്ലോ, മോനെ അയച്ച പോരായിരുന്നോ? മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു, എന്റെ കുട്ടിയെ ഞാനല്ലേ കൊണ്ടുവരേണ്ടത്. ആ മതപരീക്ഷ എഴുതി ശംസുൽ ഉലമയുടെ പേരക്കുട്ടിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പ്രതിഭയാണ്, അത്ഭുതമാണ്, മഹാപ്രതിഭ വിലാസമായിരുന്നല്ലോ. ആ മഹാന്റെ പേരക്കുട്ടി ദാറുദയിൽ ജയിച്ചു, ഉദവിയായി PhD എടുത്തു. ഡോക്ടർ EK അബൂബക്കർ ഉദവി ഇന്ന് സേവന മേഖലയിലുണ്ട്. ഡോക്ടർ EK അബൂബക്കർ ഉദവി ഇത്രയേറെ സ്ഥാപനങ്ങള് സമസ്ത എന്ന താൻ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ കീഴിലുണ്ടായിട്ട് തന്റെ പേരക്കുട്ടിയെ ചേർക്കേണ്ട ഘട്ടം വന്നപ്പോ കാലഘട്ടത്തിന്റെ സൂര്യ തേജസ് മഹാനായ ശംസുൽ ഉലമ ഒരൊറ്റ ഉത്തരമാണ് ദാറുദ എന്ന ഒരൊറ്റ ഉത്തരത്തിലേക്കാണ് എത്തിപ്പെട്ടതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ദാറുദക്ക് പിഴക്കൂല എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട്? മഹാനായ ശംസുൽ ഉലമയുടെ പിൻഗാമി കിടക്കുന്നത് ദാറുദയുടെ മുറ്റത്താണ്. മഹാനായ ഖുതുബുസ്സമാൻ മൗലദ്ദബീല തങ്ങളുടെ മഖാമിന്റെ നടത്തിപ്പ് ചുമതല ഇന്ന് നിർവഹിക്കുന്നത് ദാറുദ തന്നെയാണ്. ദാറുദയുടെ സന്തതികളാണെങ്കിലോ രാജ്യത്തിന്റെ മുക്കിലും മൂലയിൽ ചെന്ന് ഈ ദീനിന്റെ ഖിദ്മത്തിന്റെ മേഖലയിലാണ്. ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ ഈ ഏതാനും ദിവസം മുമ്പ് നമ്മുടെ മാടന്നൂരിൽ ഒരു ഉദവി വന്നിരുന്നു. അദ്ദേഹം സേവനം ചെയ്യുന്നത് നൈജീരിയയിലാണ്. നൈജീരിയയിലെ യോബെ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ് അദ്ദേഹം. പ്രൊഫസർ എന്ന് പറഞ്ഞാൽ വലിയ പ്രോട്ടോകോളുള്ള വലിയ പദവിയാണ്. ആ പ്രൊഫസറായിരിക്കെ തന്നെ ഇഖ്റ ഫൗണ്ടേഷൻ എന്ന പേരില് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് ഈ കഴിഞ്ഞ നൂറുമതയിലേക്ക് വരുന്ന സമയത്തിന് അദ്ദേഹം 56 പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 56 എവിടെ? നൈജീരിയയില്, ആഫ്രിക്കയിലെ നൈജീരിയയിൽ പോയിട്ട് 56 പള്ളി ഉണ്ടാക്കി സയ്യിദ് ഉദവി, ഡോക്ടർ സയ്യിദ് ഉദവി. നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോളൂ. ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ ദിവസം 100 കണക്കിന്
നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം ലീവിന്റെ സമയമായിട്ട് പോലും അങ്ങോട്ടേക്ക് ചെന്നു, നൈജീരിയയിലേക്ക്. ഈ രീതിയിൽ സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെതിരെ നിങ്ങൾ സമസ്തയിലാണോ എന്ന് ചോദിക്കാൻ ചില അവിവേകികൾ ധൈര്യം കാണിക്കുന്നു എന്നത് വലിയ തമാശയാണ്. ഞങ്ങൾ ആ ചോദ്യത്തെ അവജ്ഞയോടെ തള്ളുന്നു. ഞാൻ പിന്നെ ഇത് ഇത്ര പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന നേതാക്കളും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിരന്തരമായ പ്രചരണം വരുമ്പോ ഉള്ളിലൊരു തോന്നലുണ്ടാവും, അല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടോ. ഇവരുടെ ഭാഗത്ത് നിന്ന് ഇക്കഴിഞ്ഞ ജൂൺ 26-ന് കർണാടകയില് ഏറ്റവും മനോഹരമായിട്ട് സമസ്തയുടെ സ്ഥാപക ദിനം ആഘോഷിച്ച സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് നൂറുത തന്നെയായിരുന്നു. കാരണം സമസ്തയുടെ മഹാന്മാരുടെ ചരിത്രം പറയുന്ന ഒരു വലിയ പരിപാടിയും പിറ്റേ ദിവസം പതാക ഉയർത്തിക്കൊണ്ട് സമസ്തയുടെ സന്ദേശം കുട്ടികൾക്ക്. നിങ്ങൾ നോക്കൂ, പാടന്നൂറ് പഠിക്കുന്ന 370ഓളം വരുന്ന മക്കള്, ആ മക്കളുടെ മനസ്സില് സമസ്ത എന്ന വികാരം ഇളം മനസ്സിൽ കൃത്യമായിട്ട് കൊടുക്കാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധ്യമാകുന്നുണ്ട്. നിങ്ങൾ ദുഷ്പ്രചരണങ്ങളെ അവഗണിച്ചേക്കും. കടവയിലെ പ്രിയപ്പെട്ടവരോട് പറയാം, അഷ്റഫ് ചാനോടും ഷെരീഫ് അടക്കമുള്ള നേതാക്കളോട് ആരോപണം പറഞ്ഞാലും നിങ്ങൾ ബേജാറാവേണ്ടതില്ല. ചങ്കിന് ശ്വാസമുള്ള കാലത്തോളം സമസ്തക്ക് വിരുദ്ധമായിട്ട്, സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായിട്ട് ഒരാശയവും ഒരാദർശവും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. സമസ്തക്കെതിരായിട്ട്, സുന്നത്ത് ജമാഅത്തിനെതിരായിട്ട് ഹനീഫ് ഉദവിയോ അല്ലെങ്കിൽ നൂറുദയിൽ ഏതെങ്കിലും ഒരാള് പറഞ്ഞു എന്ന വാർത്ത കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ആ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് എന്ന്. അതല്ലാത്ത ഒരു സമയം വരെ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാവില്ല എന്ന് ധൈര്യപൂർവ്വം പറയുകയാണ്. കാരണം സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ആകെ പറഞ്ഞിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും എല്ലാം സുന്നത്ത് ജമാഅത്തും സമസ്തയും മാത്രമാണ്. പ്രസംഗിച്ചത് മുഴുവനും സമസ്ത മാത്രമാണ്. ഇന്നലത്തെ മഴയിൽ പൊങ്ങി വന്ന ചില ആളുകള് ഇന്ന് രാവിലെയാകുമ്പോ ഞങ്ങളോടൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കാൻ മാത്രം വളർന്നുപോയെങ്കിൽ അതൊക്കെ RSS രാജ്യത്ത് മുസ്ലിങ്ങളോട് ദേശക്കൂറ് ചോദിക്കുന്നത് പോലുള്ള ഒരു വൈരുദ്ധ്യവും ഒരു തമാശയും മാത്രമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ. ഇതൊന്നും വിശദീകരിക്കേണ്ടതല്ല. പക്ഷെ ചില ആളുകളുടെ എങ്കിലും മനസ്സിൽ ഒരു വസ്വാസം ഉണ്ടായിട്ടുണ്ട് എന്ന് സംസാരത്തിലൂടെ ബോധ്യപ്പെട്ടു. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചു പോയിട്ടുണ്ടെങ്കിൽ വ്യക്തത വരുത്തേണ്ടത് ആ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഇത് ഇത്രയും പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വഴിയുണ്ട്. ഏതാണ് ആ വഴി എന്ന് ചോദിച്ചാൽ, സമസ്തയുടെ സ്ഥാപകന്റെ കാലിന്റെ ഭാഗത്ത് 4 പതിറ്റാണ്ട് കാലം താൻ നേതൃത്വം കൊടുത്ത സമസ്ത ശരിയാണെന്ന് പിൻതലമുറയെ ബോധ്യപ്പെടുത്താൻ ആ കാലിന്റെ ഭാഗത്ത് പോയിട്ട് കിടന്ന ശംസുൽ ഉലമ പറഞ്ഞു തരുന്നു, ഞാൻ ശരിയായിരുന്നു മക്കളെ, നിങ്ങൾ എന്റെ കൂടെ നോക്കൂ എന്ന്. ശംസുൽ ഉലമ ഇരുന്ന കസേരയിലേക്ക് ഉമ്മത്ത് കരുതി വെച്ച മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് 20 വർഷം സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്ത ശേഷം കൊണ്ടോട്ടി കാവിയാരകത്തെ പള്ളിയിൽ കിടക്കുന്നതിന് പകരം ദാറുദയുടെ മുറ്റത്ത് പോയിട്ട് കിടന്നിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ഞാൻ നിലകൊണ്ട സമസ്തയിലാണ് ഈ പ്രസ്ഥാനവും നിലകൊള്ളുന്നത് എന്ന്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം നിലകൊണ്ടോളൂ എന്ന്. മറ്റുള്ളതെല്ലാം പ്രോപ്പഗണ്ട മാത്രമാണ്. രാജ്യത്താകെ നടക്കുന്നത് പ്രോപ്പഗണ്ടയുടെ യുദ്ധമാണ്. ആ പ്രോപ്പഗണ്ടയുടെ കാലത്ത് മറ്റുള്ള പ്രചരണങ്ങളെ നമുക്ക് അവഗണിക്കാം. ഡിസംബർ മാസത്തില് നൂറുദയുടെ മഹാസമ്മേളനം വരാനുണ്ട്. ഞാൻ തുടക്കത്തിലും പറഞ്ഞു, നൂറുദയുടെ 10ാം വാർഷിക സമ്മേളനം എന്ന് പറയുന്നത് സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ ഒരു പ്രചരണ സമ്മേളനം പോലെയാണ്, മറ്റൊന്നുമല്ല. പിന്നെ പറയാനുണ്ടാവുക, നിങ്ങൾ ഞങ്ങളെ സഹകരിപ്പിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഞങ്ങള് രാവും പകലില്ലാതെ പണിയെടുക്കുകയാണ് ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. നേരത്തെ ഫൈദുസ്താദ് പറഞ്ഞു, ഒരു സ്ഥാപനം നടക്കാം, മാസം 14 ലക്ഷം രൂപ ചെലവുണ്ട്. അതിനു പുറമെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങള്. മാസം 10-20 ലക്ഷം രൂപ സമാഹരിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഒരുപക്ഷെ പരിഗണിക്കേണ്ട ആളുകളെ വേണ്ടത്ര പരിഗണിച്ചിട്ടുണ്ടാവില്ല. കൂടെ കിട്ടേണ്ടവരെ അത്ര തന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ടാവില്ല. ആ പരാതി പരിഹരിക്കാനാണ് ഓരോ മേഖലയിൽ ചെന്നിട്ട് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഇത്ര മാത്രമാണ്, ഞങ്ങൾ നൂറുദയുടെ ഹാദിമ്യങ്ങൾ മാത്രമാണ്. ഇത് നിങ്ങളുടെയും കൂടി സ്ഥാപനമാണ്. നിങ്ങൾ കൂടെ നിൽക്കൂ, നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. ഇപ്പൊ ഈ സദസ്സിൽ കുറെ ആളുകളുണ്ട്, നമ്മളെല്ലാം മാസം ഒരു 500 രൂപ ഞാൻ തന്നോളാം എന്ന് പറയാൻ പറ്റാത്തവർ ഉണ്ടാവില്ല. 1000 പറ്റുന്നവരങ്ങനെ 500-1000 ഞങ്ങളിതാ കൂടെ
മുൻകൈയിട്ട് ഒന്നിച്ച് നമുക്ക് പ്രവർത്തിക്കാം. 10ാം വാർഷികം എന്ന് പറയുമ്പോൾ കേവലം ഒരു സമ്മേളനമല്ല, ഒരു സ്ഥാപനത്തിന്റെ സന്ദേശവും സുന്നത്തമാത്തിന്റെ സന്ദേശവും ആളുകൾക്ക് കൈമാറലാണ്. ആ കൈമാറുന്ന ഒരു വലിയ പ്രക്രിയ നടക്കാൻ നിങ്ങളൊക്കെ കൂടെ നിൽക്കുക. നമുക്ക് ഒന്നിച്ചു നിന്നിട്ട് പരിശ്രമിക്കാം. ഒന്നിച്ചു നിന്ന് അതിനിടയിൽ നമ്മൾക്കിടയിൽ നിന്നിട്ട് ബദറിലേക്ക് വിനീസിന്റെ പണിയെടുക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരുതിയിരിക്കാനുള്ള വിവേകം കൂടി നമ്മൾ കാണിക്കണം. അവർക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. ആരെങ്കിലും വന്നിട്ട് ചെവിയിൽ ഊതുമ്പോഴേക്കും പേഴ്സണലിൽ 2 മെസ്സേജ് അയക്കുമ്പോഴേക്കും പതറിപ്പോകേണ്ട സുന്നത്തമാത്തല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കും പതറിപ്പോകാതെ വസ്വാസിലാകാതെ കൃത്യമായിട്ട് ഈ ഉലമ ഉമറ കൂട്ടായ്മയിലൂടെ നമുക്ക് വീണ്ടും വിസ്മയങ്ങൾ ഉണ്ടാക്കണം, വസന്തം തീർക്കണം. നോർമതയിലെ ആദ്യത്തെ ബാച്ച് ഉദവികളായിട്ട് വരുമ്പോ ഉത്തര കർണാടകയിലൊക്കെ വലിയ സ്വപ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. അള്ളാഹു അത് സാക്ഷാത്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.